ഹലോ ഓൾ, ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ സെറ്റ് എക്സാംസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇക്കണോമിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മളിന്നിവിടെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ എക്സാം കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, എന്നാൽ പഠിച്ചിട്ടുള്ളവർക്ക് എന്നാൽ അത്ര കുഴപ്പമില്ലാത്തൊരു പോർഷൻസും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രം ദ ബിഗിനിങ് നമ്മൾ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: According to Adam Smith, the fundamental canons of taxation are equity, certainty, convenience and economy, and then efficiency, effectiveness, simplicity and neutrality, productivity, neutrality, effectiveness and progressivity, and then neutrality, simplicity and productivity. ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ക്ലിയർ ആണ് എന്താ ആൻസർ എന്തായിരിക്കും. ഇക്വിറ്റി, സർട്ടനിറ്റി, കൺവീനിയൻസ് ആൻഡ് എക്കോണമി ആണല്ലേ. ആഡം സ്മിത്തിന്റെ ഫണ്ടമെന്റൽ കാനൻസ് ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഈ ഓപ്ഷൻ എ. അപ്പോൾ അവിടെ സംശയത്തിന്റെ ആവശ്യമേ ഇല്ല. ആൻസർ എന്ന് പറയുന്നത് എന്താ? ഇക്വിറ്റി, സർട്ടനിറ്റി, കൺവീനിയൻസ് ആൻഡ് ഇക്കോണമി എന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: അണ്ടർ എ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എ കൺട്രി, ഓപ്ഷൻ എ, പെഗ്സ് ഇറ്റ്സ് കറൻസി ടു അനദർ കറൻസി, ബി, മെയിൻറ്റെയിൻസ് കോൺസ്റ്റന്റ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ്, സി, ഫിക്സസ് ദ എക്സ്ചേഞ്ച് റേറ്റ് വിത്ത് IMF അപ്രൂവൽ, allows its currency value to fluctuate freely according to the market. അപ്പോൾ ഇതിനാകെ നമുക്ക് അറിയേണ്ട കോൺസെപ്റ്റ് എന്താണ്? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം തന്നെ allows its currency value to fluctuate freely according to the market അല്ലേ. മാർക്കറ്റിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മുടെ കറൻസിയുടെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: അമർത്യ സെൻസ് capability approach primarily critiques which of the following traditional welfare approaches? ഏത് ട്രഡീഷണൽ വെൽഫെയർ അപ്രോച്ചിനെയാണ് അമർത്യ സെന്നിന്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ച് ക്രിട്ടിക്ക് ചെയ്യുന്നതെന്നാ അല്ലേ. ആ ക്വസ്റ്റ്യനിലും അതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതിന്റെ ആൻസർ തന്നെ യൂട്ടിലിറ്റേറിയനിസമാ അല്ലേ. യൂട്ടിലിറ്റേറിയനിസം ഒക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് അമർത്യ സെന്നിന്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ച് വന്നിട്ടുള്ളത്. Amartya Sen's capability approach critiques utilitarianism for ignoring individual freedoms and functions beyond mere utility. അതായത് വേറൊരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി അല്ല നമ്മളൊരു ആളുടെ അല്ലെങ്കിൽ ഒരു ലൈവ്ലിഹുഡിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. അവരുടെ ക്യാപ്പബിലിറ്റി അല്ലെ, അവരുടെ സാഹചര്യങ്ങൾ, ജീവിത നിലവാരങ്ങൾ, ഇതെല്ലാം അസസ് ചെയ്തുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത് എന്തിനെ? യൂട്ടിലിറ്റേറിയനിസം എന്ന കോൺസെപ്റ്റിനെയാണ് അമർത്യ സെൻ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ: അക്കോർഡിംഗ് ടു ദ അബ്സോർപ്ഷൻ അപ്രോച്ച് എ BOP ഡെഫിസിറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ. അതായത് അബ്സോർപ്ഷൻ അപ്രോച്ചിന്റെ അടിസ്ഥാനത്തിൽ ഒരു BOP ഡെഫിസിറ്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക? നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആ തിയറി എന്താണെന്ന് ഓർമ്മ വരണം. എന്നാലാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുക? ഉത്തരത്തിൽ എത്താൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അബ്സോർപ്ഷൻ അപ്രോച്ചിൽ BOP ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ കറക്റ്റ് ചെയ്യുക? അപ്പോൾ അബ്സോർപ്ഷൻ അപ്രോച്ചിൽ എന്താ പറയുന്നത്? നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇൻകത്തിന് മുകളിലാവരുത്. ഇൻകത്തിന് മുകളിലാവുമ്പോഴാണ് എന്ത് വരുന്നത്? ഡെഫിസിറ്റ് വരുന്നത്. അപ്പോൾ എന്താ നമ്മുടെ എക്സ്പെൻഡിച്ചർ C+I+G എന്ന് പറയുന്നത് ഇൻകത്തിനും വൈക്ക് താഴെ ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും വരിക? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായിരിക്കും ആൻസർ വരുന്നത്? ഇൻക്രീസിങ് എക്സ്പോർട്സ് ആൻഡ് റെഡ്യൂസിങ് ഇമ്പോർട്ട്സ്, അതാണോ? എന്താ എക്സ്പോർട്സ് ഇൻക്രീസ് ചെയ്തിട്ട് ഇമ്പോർട്ട്സ് റെഡ്യൂസ് ചെയ്യുന്നതാണോ? അതോ ബി, റെഡ്യൂസിങ് ഫോറിൻ റിസർവ്സ് റെഡ്യൂസ് ചെയ്യുന്നതാണോ? അതോ ഡീവാലുവിങ് ദ കറൻസി ടു മേക്ക് എക്സ്പോർട്ട്സ് ചീപ്പ്, അതാണോ? അല്ലെങ്കിൽ റെഡ്യൂസിങ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ബിലോ നാഷണൽ ഇൻകം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റെഡ്യൂസിങ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ബിലോ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിന് താഴെ അല്ലേ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ കൊണ്ടുവരെ. ഈ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ഏതാ? C+I+G, അതാണ് നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ വരിക. ബേസിക് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അത് ഇൻകത്തിന് താഴെ കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് നമുക്കൊരു BOP ഡെഫിസിറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അബ്സോർപ്ഷൻ അപ്രോച്ചിൽ പറഞ്ഞിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, റെഡ്യൂസിങ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ബിലോ നാഷണൽ ഇൻകം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കുറച്ച് നിങ്ങളെ ഒന്ന് കുഴപ്പിച്ചൊരു ചോദ്യമാണ്. കാരണം നമുക്ക് കുറച്ച് വായന ആവശ്യമായിട്ട് വന്നൊരു ഏരിയ ആയിരുന്നു അതല്ലേ. നമ്മൾ വളരെ തിയറിയൊക്കെ പഠിച്ച് ഇന്ന ഭാഗത്തു നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ എന്നൊക്കെ പോയിട്ട് ഇരുന്നപ്പോൾ നമുക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, എക്കണോമിക് സർവേയുടെ ബേസിസിൽ. അപ്പോൾ നമുക്ക് കുറച്ച് റീഡിങ്സും കൂടെ ആവശ്യമാണ്. സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ദി ഇക്കണോമിക് സർവേ 2024-25 emphasizes the need to attract quality FDI
വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് ക്വാളിറ്റി മീൻസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ആസ് പെർ ഡിസ്കഷൻ. ഈ ക്വാളിറ്റി എഫ് ഡി ഐ വേണമെന്ന് 2024-25 സർവേയിൽ പറയുന്നുണ്ടെങ്കിലും എന്താണ് ഈ ക്വാളിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻ എ, എനി ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ റിഗാർഡ്ലെസ് ഓഫ് പർപ്പസ്. ഓപ്ഷൻ ബി, FDI that brings in only passive investment without technology transfer. ഓപ്ഷൻ സി ഈസ്, ഇവിടെ വേറെ ഇതുണ്ട്, സി ഇല്ല, FDI ആണ് കേട്ടോ. FDI that adds to domestic value addition. ഞാനത് ക്ലിയർ ചെയ്ത് കാണിക്കാം. ഇവിടെ സി ഇല്ല, FDI ആണ്. FDI that adds to domestic value addition, technology, employment and export potential. And D is FDI limited to real estate. ഇതിന് പക്ഷെ നമുക്ക് ആക്ച്വലി നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടും. ഓർത്ത് നോക്കിയേ, ക്വാളിറ്റി FDI, ക്വാളിറ്റി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അല്ലേ? നമ്മളൊന്ന് വായിച്ചു വരുമ്പോൾ തന്നെ മനസ്സിലാവും. FDI that adds to domestic value addition, technology, employment and export potential. അതായത് എന്നാ FDI എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക്കിൽ ടെക്നോളജിയിലും ഇന്നവേഷനിലും എല്ലാം ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരുമ്പോഴാണ് അതിലൊരു ക്വാളിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാ വരിക? ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. നോക്കാം, ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. കണ്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ വന്നിരിക്കുന്നത്. The idea of quality FDI moves beyond capital inflow. What matters is whether it strengthens the domestic economy through technology, employment and export capacity rather than financial investment. ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ മാത്രമല്ലാതെ ഒരു FDI നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മുടെ ഡൊമസ്റ്റിക് ഇക്കോണമിയെ ടെക്നോളജിയിൽ, എംപ്ലോയ്മെന്റിൽ, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പോർട്ട് കപ്പാസിറ്റിയിലെല്ലാം സഹായിച്ചാലാണ് അതിനെ ഒരു ക്വാളിറ്റി FDI എന്ന് പറയാൻ സാധിക്കുക. എനിക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കുറയ്ക്കാം കേട്ടോ, ഞാൻ ശ്രദ്ധിക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ദ ഫിസ്ക്കൽ മെഷർ വിച്ച് ഈസ് ലൈക്ലി ടു ബി ദ മോസ്റ്റ് ഇൻഫ്ലേഷണറി. അതായത് ഏത് ഫിസ്ക്കൽ മെഷറാണ് ഒരു ഇൻഫ്ലേഷണറി അല്ലേ, പണപ്പെരുപ്പത്തിലേക്കുള്ള, വളരെ രീതിയിലുള്ള പണപ്പെരുപ്പത്തിലേക്കുള്ള സാധ്യതകളിലേക്ക് നമ്മളെ എത്തിക്കുക എന്നതാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് ദ ഫിസ്ക്കൽ മെഷർ വിച്ച് ഈസ് ലൈക്ലി ടു ബി മോസ്റ്റ് ഇൻഫ്ലേഷണറി. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെഫിസിറ്റ് ഫിനാൻസിങ് ആണ്. Second one, increase in public borrowing, increase in direct taxes, and the last one is increase in administered interest rates. അപ്പോൾ ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇൻക്രീസ് ഇൻ പബ്ലിക് ബോറോയിങ്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കടം മേടിക്കുന്നു. എന്ത് പറ്റും? മണി സപ്ലൈയിൽ എന്ത് പറ്റുന്നേ? മണി സപ്ലൈയിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുക ഗവൺമെൻറ്. അപ്പം സംഭവിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്കാണ് ഫണ്ട് എത്തുന്നത്. അപ്പോൾ അവിടെ ഒരു എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയോ അല്ലെങ്കിൽ അതൊരു എക്സ്പാൻഷണറി ഇതല്ല, അതായത് പണപ്പെരുപ്പമല്ല അവിടെ ഉണ്ടാക്കുക, പണ ചുരുക്കമാണ് ഉണ്ടാക്കുക. അതുപോലെ ഇൻക്രീസ് ഇൻ ഡയറക്റ്റ് ടാക്സസോ ഇൻക്രീസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്സോ അല്ല ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഡെഫിസിറ്റ് ഫിനാൻസിങ് ആണ്. ഈ ഡെഫിസിറ്റ് ഫിനാൻസിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിസ്ക്കൽ മെഷറായിട്ട് നമുക്കിപ്പോൾ ഡെഫിസിറ്റ് ആണ്, നമുക്കിപ്പം എക്കോണമിയിൽ ഡെഫിസിറ്റ് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ കറൻസി അച്ചടിച്ച് മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. അപ്പം എന്താ പറ്റുക? മാർക്കറ്റിലേക്ക് വീണ്ടും പൈസ എത്തുക. ഇൻഫ്ലേഷനാണ് സംഭവിക്കുന്നത് അല്ലേ? മാർക്കറ്റിലേക്ക് ക്യാഷ് ഇറങ്ങുന്നു, അവിടെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു. സോ ഒരു ഫിസ്ക്കൽ മെഷർ മോസ്റ്റ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം കൂട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഫിസ്ക്കൽ മെഷർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡെഫിസിറ്റ് ഫിനാൻസിങ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കാം. ഡെഫിസിറ്റ് ഫിനാൻസിങ് ഡയറക്ട്ലി ഇൻജെക്ട്സ് ന്യൂ മണി ഇൻ ടു ദി ഇക്കോണമി. അൺലൈക്ക് ബോറോയിങ് ഓർ ടാക്സേഷൻ, ഇറ്റ് എക്സ്പാൻഡ്സ് പർച്ചേസിംഗ് പവർ വിത്തൗട്ട് ആൻ ഇമ്മീഡിയറ്റ് ഓഫ്സെറ്റ്, മേക്കിംഗ് ഇറ്റ് ദ മോസ്റ്റ് ഇൻഫ്ലേഷൻ പ്രോൺ ഫിസ്ക്കൽ ടൂൾ. അതായത് എന്താ, നമ്മൾ മാർക്കറ്റിലേക്ക് കൂടുതൽ പണം അച്ചടിച്ചിറക്കുന്നു, ആളുകളുടെ കയ്യിലേക്ക് സുലഭമായിട്ട് മണി എത്തുന്നു, അവിടെ പർച്ചേസിങ് പവർ കുറയുന്നു, ക്യാഷിൻ്റെ വാല്യൂ കുറയുന്നു, ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു അല്ലേ? അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതും വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. The 2025 Nobel Prize in Economic Science was awarded for institution-driven economic inequality, innovation-driven economic growth, behavioral economics and decision-making, environmental economics and climate change. ഏത് മേഖലയിൽ, അതായത് ഇക്കണോമിക്സിൻ്റെ ഏത് മേഖലയിലാണ് 2025 നോബൽ പ്രൈസ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു എക്സാമിന് മുമ്പ് തന്നെ നോബൽ പ്രൈസ് കൃത്യമായിട്ട് നോക്കണം. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ എക്സാം ആണെങ്കിൽ നമ്മൾ 2020 മോസ്റ്റ് റീസെൻ്റ്ലി, അതായത് 2025 എക്സാം എഴുതുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നൽകിയിരിക്കുന്ന നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ പേരും അത് ഏത് മേഖലയിലേക്കാണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതിന് കുറച്ച് മുൻ വർഷങ്ങളിലെയും
നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ ശ്രദ്ധിച്ചവർക്ക് കൃത്യമായിട്ട് ഇവിടെ ആൻസർ കിട്ടും. എന്നിരുന്നാലും നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡ്രിവൺ എക്കണോമിക് ഇൻഇക്വാളിറ്റിയും ഇന്നവേഷൻ ഡ്രിവൺ എക്കണോമിക് ഗ്രോത്തും തമ്മിലൊരു വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളിന്ന് കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇന്നവേഷൻ ഡ്രിവൺ ഇക്കണോമിക് ഗ്രോത്ത് ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ അത് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് മുൻ വർഷങ്ങളിൽ ആരൊക്കെയാണ് ഇക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത് എന്നുള്ളതെല്ലാം നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞു, ഇതിൻ്റെ ഡിസ്കഷൻ കേട്ട് കഴിഞ്ഞ് പോവുക അങ്ങനെയല്ല. നമ്മൾ ഇതിനകത്ത് നമുക്ക് പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കുക. ഇപ്പം ചിലർക്ക് ഈ എക്സാംസ് വളരെ ഡിഫിക്കൽട്ടായിരിക്കും, ചിലപ്പോൾ പാസ്സായി എന്ന് വരില്ല. അപ്പോൾ അവിടെ തളരുമല്ല, നമ്മൾ നമ്മുടെ എപ്പോഴും കറക്ഷൻസ് ചെയ്യുക അല്ലേ. നമ്മൾക്ക് പറ്റിയ തെറ്റെന്താ, നമ്മൾ ഏത് മേഖലയാണ് ശ്രദ്ധിക്കാഞ്ഞത്, നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ അസസ് ചെയ്യണം. അങ്ങനെ അസസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു അച്ചീവ്മെൻറ്റിലേക്കോ ഒരു വിന്നിലേക്കോ ഒരു വിജയത്തിലേക്കോ എത്താൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ തെറ്റുകൾ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നോബൽ പ്രൈസ് ഒക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഒരു എക്സാമിന് പോകാനായിട്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ദ 2 cornerstones ഓഫ് ക്ലാസിക്കൽ ഇക്കണോമിക്സ് ആർ. ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ 2 cornerstones ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഓപ്ഷൻസ് വേണ്ട. ഇതിന് ഓപ്ഷൻസ് പോലും വേണ്ട, നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഏതാണ് ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ 2 cornerstones എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ഏതാ? സെയിൽസ് ലോ ആൻഡ് ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. രണ്ടാമത്തത് ഇഫക്റ്റീവ് ഡിമാൻഡ് പ്രിൻസിപ്പിൾ ആൻഡ് ലിക്വിഡിറ്റി ട്രാപ്പ്. തേർഡ് വൺ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ആൻഡ് മൾട്ടിപ്ലയർ തിയറി. ആൻഡ് ഫോർത്ത് വൺ ഫിലിപ്സ് കർവ് ആൻഡ് ഫിസ്ക്കൽ പോളിസി ആക്ടിവിസം. ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും ആൻസർ? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സെയിൽസ് ലോ ആൻഡ് ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അല്ലേ. സെയിൽസ് ലോ എന്ത്? സപ്ലൈ വിൽ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന തിയറിയാണ് സെയിൽസിൻ്റെ. അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7, വിച്ച് ഇക്വേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ പ്രോപ്പർട്ടി that a price change can be equivalently described as a compensated price change keeping utility constant and change in real income. വായിച്ചു വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണെങ്കിൽ അത് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിച്ച് ഇക്വേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ പ്രോപ്പർട്ടി as a price change can be equivalently described as a compensated price change and a change in real income. അതായത് ഈ നമ്മുടെ ഇതിനകത്ത് നമ്മൾ പറയത്തില്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഏത് തിയറിയിലാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും എല്ലാം നമ്മൾ പറയുന്നത്? നമ്മൾ ഏത് തിയറിയിലാണ് പറയുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ഇതിൻ്റെ ഒരു ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഏതാ, പ്രൈസ് എഫക്റ്റ് ഏതാ, ഇൻകം എഫക്റ്റ് ഏതാ എന്നുള്ള കൃത്യമായ ധാരണ നമുക്കിവിടെ വേണം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ദ സ്ലസ്കി ഇക്വേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ദ സ്ലസ്കി ഇക്വേഷൻ ഡീകമ്പോസസ് ദ പ്രൈസ് എഫക്റ്റ് ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആൻഡ് ഇൻകം എഫക്റ്റ് ഹോൾഡിംഗ് യൂട്ടിലിറ്റി കോൺസ്റ്റന്റ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താ, ഇൻകം എഫക്റ്റ് എന്താ, അല്ലെ എങ്ങനെയാണ് നമ്മളുടെ കയ്യിലൊരു മാർക്കറ്റിലെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ കയ്യിൽ റിയൽ ഇൻകത്തിലുണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ്, നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊരു സാധനം മേടിക്കണോ, അത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു തിയറിയാണ് സ്ലസ്കി ഇക്വേഷൻ. സോ അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇക്കോണമിക്സ് ദ ഡിമാൻഡ് ഫോർ ലേബർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ റേഷ്യോ ഓഫ്. അതായത് ക്ലാസിക്കൽ ഇക്കോണമിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഡിമാൻഡ് ഫോർ ലേബറിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് റേഷ്യോ ഓഫ് വോട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ, ദ നോമിനൽ വേജ് റേറ്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദ ഫേം അല്ലേ. അതായത് നോമിനൽ വേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട്, അതാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ദ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ് ഡിവൈഡഡ് ബൈ ദ റിയൽ ഇൻഫ്ലേഷൻ റേറ്റ്, അതായത് എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ് ഡിവൈഡഡ് ബൈ ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. മൂന്നാമത്തത് ദ മണി വേജ് റേറ്റ് ഡിവൈഡഡ് ബൈ ദ ജനറൽ പ്രൈസ് ലെവൽ. നാലാമത്തത് ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഡിവൈഡഡ് ബൈ ദ ലെവൽ ഓഫ് ആഗ്രിഗേറ്റ് ഡിപ്പെൻഡ്. ഇവിടെ എന്താ ആൻസർ വരും? ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ലെങ്ത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്തൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ശ്രദ്ധിക്കും, വളരെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇക്വേഷൻ. ഇത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ഡിമാൻഡ് ഫോർ ലേബർ ഇത് ഫംഗ്ഷൻ എന്തിൻ്റെ, ഡിമാൻഡ് ഫോർ ലേബർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ റേഷ്യോ ഓഫ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ക്ലാസിക്കൽ എക്കോണമിസ്റ്റിനകത്ത് ഏത് തരം വേജിനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നോമിനൽ വേജ് ആണോ, റിയൽ വേജ് ആണോ,
എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി, ദ മണി വേജ് റേറ്റ് ഡിവൈഡഡ് ബൈ ദ ജനറൽ പ്രൈസ് ലെവൽ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ വരിക. Classical theory focuses on real wages because firms care about the cost of labor relative to output prices. Nominal wages alone do not capture the true economic cost faced by employees. അതായത് റിയൽ വേജ് റേറ്റിനെയാണ് ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ W/P വേജിനെ W/P, അപ്പോൾ ഇവിടെ വേജിനെ നമ്മൾ W/P എന്ന് എഴുതുമ്പം തന്നെ അവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ W നോമിനൽ വേജ് ആയിരുന്നു. അപ്പോൾ ഇതിനെ പ്രൈസ് ലെവൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്നത് റിയൽ വേജ് ആണ്. ഓക്കെ, റിയൽ വേജ് ആണ് നമ്മൾ ഈ W/P കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ W/P തന്നെയാണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. ദ മണി വേജ് റേറ്റ് ഡിവൈഡഡ് ബൈ ദ ജനറൽ പ്രൈസ് ലെവൽ. എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മളത് എങ്ങനെ എഴുതും? അപ്പം ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. അപ്പം നമ്മൾ എഴുതും W/P അല്ലേ? W/P ആണ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ W/P കൊണ്ട് അർത്ഥമാക്കുന്നത് റിയൽ വേജ് എന്നാണ്. ഓക്കെ, സോ അത് മനസ്സിലായി കാണണം. അത് വളരെ സിമ്പിളായിരുന്നു, വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇത് ക്ലാസിക്കൽ എക്കോണമിക്സ് കൺസിഡർ ചെയ്യുന്ന കോൺസെപ്റ്റ് മാർക്കറ്റിൽ റിയൽ വേജ് റേറ്റ് ആണ് എഫിഷ്യൻ്റ് എന്നും നോമിനൽ വേജ് റേറ്റിന് അത്ര പ്രാധാന്യമില്ല എന്നുമാണ്. അപ്പോൾ അവിടുത്തെ ആൻസർ എന്തായിരുന്നു? W/P മണി വേജ് റേറ്റ് ഡിവൈഡഡ് ബൈ ദ ജനറൽ പ്രൈസ് ലെവൽ എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസ്? ഈ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ സെറ്റുകളുടെ എല്ലാം ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ തിയറി അറിയാമെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലായിരുന്നു ഓപ്ഷൻസ് നൽകിയിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസ്. ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇപ്പം മോഡേൺ ഡിമാൻഡിൻ്റെ അല്ലേ, മോഡേൺ ഡിമാൻഡ് ഫംഗ്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഡിമാൻഡ് തിയറീസിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് പ്രാഗ്മാറ്റിക് അപ്രോച്ച്. എന്തുകൊണ്ടാണ് ഈ മോഡേൺ തിയറീസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഇൻഡിവിജ്വൽ പേഴ്സൻ്റെ ഡിമാൻഡിനെ അല്ലെങ്കിൽ വളരെ ചെറിയ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡിമാൻഡിനെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നിടത്ത് നമ്മളിവിടെ എക്കണോമെട്രിക് മോഡൽസ് ഉപയോഗിച്ച് മാർക്കറ്റിൻ്റെ ഡിമാൻഡിനെ അനലൈസ് ചെയ്യാൻ തുടങ്ങിയതാണ് ഈ മോഡേൺ തിയറി ഓഫ് ഡിമാൻഡ്സിനകത്ത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? നിങ്ങൾ തന്നെ നോക്കിയേ. ഓപ്ഷൻ എ എന്ന് പറയുമ്പം ഇറ്റ് ഫോർമുലേറ്റ്സ് ആൻഡ് എസ്റ്റിമേറ്റ്സ് ഡിമാൻഡ് ഫംഗ്ഷൻസ് ഡയറക്ട്ലി ഫ്രം മാർക്കറ്റ് ഡേറ്റ യൂസിങ് എക്കണോമെട്രിക് മെത്തേഡ്സ് അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞു എന്നതാ ഡിമാൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡേറ്റ ഉപയോഗിച്ച് എക്കണോമെട്രിക് മോഡൽസ് ഉപയോഗിച്ച് എസ്റ്റിമേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ് ഈസ് നോട്ട് അസോസിയേറ്റഡ് എന്ന് അല്ലേ? അപ്പോൾ ഇത് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ ആൻസർ ആയി വരില്ല. ഓപ്ഷൻ ബി, ഇറ്റ് റിലൈസ് ഹെവിലി ഓൺ ദ തിയറി ഓഫ് ഇൻഡിവിജ്വൽ കൺസ്യൂമർ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ടു ഡിറൈവ് ദ ലോ ഓഫ് ഡിമാൻഡ്. അതായത് ഇൻഡിവിജ്വൽ കൺസ്യൂമർ യൂട്ടിലിറ്റിയെ ആണ് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് വരുമോ? പറ. ഇല്ലടാ, വരില്ല. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പറ്റി പഠിക്കുന്നത് മാർക്കറ്റ് ഡേറ്റയും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായാലും ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിനെ പറ്റിയുള്ളതല്ല വരിക. ഇറ്റ് ഫോക്കസ് ഓൺ ദ മാർക്കറ്റ് ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സ് ആസ് എ ഗ്രൂപ്പ് ഓഫൺ റെഫറിങ് ടു ഡിമാൻഡ് ഫോർ ഗ്രൂപ്പ്സ് ഓഫ് കമ്മോഡിറ്റീസ്. അവിടെയും നമ്മൾ എന്താ പറയുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഓഫൺ എക്സ്പ്രസസ് ഡിമാൻഡ് ആസ് എ മൾട്ടിവേരിയേറ്റ് ഫംഗ്ഷൻ വെയർ ഇൻകം ആൻഡ് വേരിയസ് പ്രൈസസ് ആർ ഫാക്ടേഴ്സ്. നമുക്കിൻ്റെ ആൻസേഴ്സ് ഏതാ വരുന്നത്? നമ്മൾ പറഞ്ഞത് തന്നെ അല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ നോക്കി വന്നപ്പോൾ നമ്മളത് മാറിപ്പോയി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോട്ട് അസോസിയേറ്റഡ് അല്ലേ? നോട്ട് അസോസിയേറ്റഡ് വെച്ചാൽ നമ്മൾ നോക്കി വന്നപ്പോഴത്തേക്ക് അസോസിയേറ്റഡിനകത്ത് പോയി. അപ്പം നമ്മൾ പറഞ്ഞു ഓപ്ഷൻ എ എന്താ ഉറപ്പായിട്ടും അത് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. കാരണം അവിടെ മാർക്കറ്റ് ഡിമാൻഡിനെ എക്കണോമെട്രിക് മെത്തേഡ്സ് ഉപയോഗിച്ച് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ എങ്ങനെ പോയാലും കറക്റ്റ് ആണ്. അപ്പം നമ്മൾ നോക്കി ഓപ്ഷൻ ബി തെറ്റാ. കാരണം എന്നാ ഇൻഡിവിജ്വൽ കൺസ്യൂമർ യൂട്ടിലിറ്റി അത് വരുമോ? വരത്തില്ല. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. ഇറ്റ് റിലൈസ് ഹെവിലി ഓൺ ദ തിയറി ഓഫ് ഇൻഡിവിജ്വൽ കൺസ്യൂമർ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ടു ഡിറൈവ് ദ ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളതാണ് അവിടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. The curve which shows all combination of interest rates and income level where the supply of money equals the demand for money.
സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നോക്കിക്കേ, എന്നാ ഏത് കർവാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റിനെയും അതുപോലെ തന്നെ ഇൻകം ലെവലിനെയും കാണിച്ചുകൊണ്ട് മണി സപ്ലൈ ഡിമാൻഡ്, ഞാൻ എന്നായി പറയുന്നത്, അതായത് ഏത് കർവിലൂടെയാണ് മണിയുടെ ഡിമാൻഡും സപ്ലൈയും കാണിക്കുക എന്നുള്ളതാണ് സിമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കറസ്പോണ്ടിങ് വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്നാ ഇൻട്രസ്റ്റ് റേറ്റും ഇൻകം ലെവൽസും ഏതായിരിക്കും അത്? ഏത് കർവാണ് മണിയുടെ സപ്ലൈ കാണിക്കുന്നത്? LM കർവാണ് അല്ലേ, ISLM മോഡലിലെ LM കർവാണ് നമ്മുടെ മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം കാണിക്കുന്നത്. അപ്പം മണി മാർക്കറ്റിന്റെ എന്താ മണിയുടെ സപ്ലൈയും മണിയുടെ ഡിമാൻഡും കാണിക്കുന്നതാണ് LM കർവ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. ഫിലിപ്സ് കർവ് എന്നതാ അൺഎംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷനും. IS കർവ് ഗുഡ്സ് കർവ്. ലിക്വിഡിറ്റി കർവ് പിന്നെ പറയണ്ട, അത് ലിക്വിഡിറ്റി ട്രാപ്പിന്റെ അതിനകത്ത് വരുന്നതാ. Question number 13. According to the Mundell-Fleming model, but with perfect capital mobility and a floating exchange rate, which of the following policies is generally considered the most effective tool for influencing domestic income? അതായത് മുണ്ടൽ-ഫ്ലെമിംഗ് മോഡലിനെ വെച്ച് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ആണ്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അപ്പോൾ ഏത് പോളിസിയാണ് ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ടൂൾ? എന്തിനാ ഈ ഡൊമസ്റ്റിക് ഇൻകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവ് ടൂൾ ഏതാണ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ചോദ്യം, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ മണ്ടൽ-ഫ്ലെമിംഗ് മോഡൽ എന്നറിയണം. ഇപ്പോൾ ഈ മണ്ടൽ-ഫ്ലെമിംഗ് മോഡലിനകത്ത് അവർ മെയിനായിട്ടും കൊടുത്തിരിക്കുന്നത് മോണിറ്ററി പോളിസിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് മോണിറ്ററി പോളിസി, മണിയുടെ തീരുമാനത്തിൽ അല്ലെങ്കിൽ മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മാർക്കറ്റിൽ ബാധിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആൻ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയാണ് അല്ലേ. ഓക്കെ, എൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കാം. ഇൻ ദ മുണ്ടൽ-ഫ്ലെമിംഗ് മോഡൽ വിത്ത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ആൻഡ് ഫ്ലോട്ടിംഗ് റേറ്റ്സ്, monetary policy becomes powerful because it influences exchange rates. This amplifies its impact on output through external demand channel. ഇത് എന്തുകൊണ്ടാണ് സാധ്യമാകുന്നതെന്ന് വെച്ചാൽ അവിടെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് കേട്ടോ. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആകുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. എന്നാൽ അവിടെ ഒരു ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ ഈ മോണിറ്ററി പോളിസിയിലെ എക്സ്പാൻഷൻ കൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14. ദി ഇക്കോണമിസ്റ്റ് who is not related with translog production function. ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധമില്ലാത്ത ഇക്കോണമിസ്റ്റ് ആരാണെന്നാ. നമ്മളിത് ഈ ഓപ്ഷൻ വായിക്കുമ്പം തന്നെ നമുക്കിതിൽ നിന്ന് ഒരു പേര് റീഡ് ചെയ്യുന്നവർക്കറിയാം. എന്നാലും ഒരു പേര് വളരെ ഡിഫറെൻ്റ് ആണ് ഇതിൽ നിന്ന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്ട്രീം ഓഫ് സ്റ്റഡി തന്നെ ഡിഫറെൻ്റ് ആണ് അല്ലേ. ഓപ്ഷൻ ബി റിച്ചാർഡ് ടൈലർ ആണ് ഇതിനകത്ത് ആൻസർ വരുന്നത്. റിച്ചാർഡ് ടൈലർ ആരാ? ഒരു നോബൽ പ്രൈസ് വിന്നറാണ്. അദ്ദേഹത്തിനായിരുന്നു ബിഹേവിയറൽ ഇക്കണോമിക്സിൻ്റെ നോബൽ പ്രൈസ് ലാസ്റ്റ് ടൈം കിട്ടിയിരുന്നത്. അപ്പം റിച്ചാർഡ് ടൈലർ ആണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. The accelerator theory of investment states that the level of net investment is primarily determined by. The accelerator theory of investment ചോദിക്കുന്നത് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൈമർലി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്നുള്ളതാണ്. അതായത് ആഗ്രിഗേറ്റ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കുക. അതായത് ഔട്ട്പുട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു എന്ന സാഹചര്യത്തിൽ മാത്രമാണ് എന്ത് പറ്റുക, GDP-യിൽ ചേഞ്ച് വരിക. അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ 15 വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ പാർട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ഒരു പാർട്ടിലേക്ക് കാത്തിരിക്കുക. നമ്മൾ ഉടനെ മീറ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു.